നമസ്കാരം. പ്രധാന വാർത്തകൾ. വയസ്സുകാരിയുടെ വോട്ട് രേഖപ്പെടുത്തി CPM നേതാവ്. ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി പാറക്കടവിൽ CPM നേതാവ് 92 വയസ്സുകാരിയുടെ വോട്ട് രേഖപ്പെടുത്തിയതായി പരാതി. വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ ദേവി എന്ന 92 വയസ്സുകാരി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. കല്യാശ്ശേരി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ വോട്ട് ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, പോളിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ, സ്പെഷ്യൽ പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തത്. അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുമുണ്ട്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തെരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവരണാധികാരി ഔദ്യോഗികമായി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞുകയറി കാട്ടുപന്നി. ഭയന്ന് ജീവനക്കാർ. കോന്നി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് കാട്ടുപന്നി പാഞ്ഞുകയറി. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്ക് പന്നി പാഞ്ഞുകയറുകയായിരുന്നു. ഈ സമയം അവിടെ രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാഷ്വാലിറ്റിയിൽ അല്പനേരം പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം കാട്ടുപന്നി മെഡിക്കൽ കോളേജിന്റെ OP വഴി പുറത്തേക്ക് പോവുകയായിരുന്നു. അതേസമയം പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല എന്നാണ് വിവരം. ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത. യുവാവിന് ദാരുണാന്ത്യം. എറണാകുളം നീറിക്കോട് കളത്തിൽപ്പറമ്പിൽ സിബിൻദാസ് ആണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഭക്ഷണത്തിനൊപ്പം ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ സിബിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വാരാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. മരണകാരണം സ്ഥിരീകരിക്കാൻ ആന്തരാവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു. എഞ്ചിൻ ഓയിലിന്റെ വിതരണക്കാരനായിരുന്നു സിബിൻ. സംസ്കാരം നാളെ രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. കഴിഞ്ഞ ആഴ്ചയും ചെമ്മീൻ കറി കഴിച്ചതിനെ തുടർന്ന് പാലക്കാട് 20 വയസ്സുള്ള പെൺകുട്ടി മരിച്ചിരുന്നു. സ്കൂട്ടറുമായി പാടത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ഗൃഹനാഥന് ദാരുണാന്ത്യം. സ്കൂട്ടറുമായി പാടശേഖരത്തെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ യുവാവ് വെള്ളത്തിനടിയിൽ നിന്നും കരകയറാൻ കഴിയാതെ മരിച്ചു. എടത്തുവ മരിയാപുരം വാളംപറമ്പിൽ പരേതനായ ജേക്കബ് സേവ്യറിന്റെ മകൻ സുനിൽ സേവ്യറാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 11:30ഓടെ തെങ്കര പച്ചപ്പാടത്തായിരുന്നു സംഭവം. വീടിന് സൈഡിലൂടെ കിടക്കുന്ന ബണ്ട് റോഡിലൂടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് തെറിച്ചു വീണ സുനിലിന്റെ മുകളിലേക്ക് സ്കൂട്ടറും വീണതിനാൽ വെള്ളത്തിനടിയിൽ നിന്നും കരകയറാൻ കഴിയാതെ പോവുകയായിരുന്നു. ഭാര്യ ജാസ്മിൻ സുനിൽ, മക്കൾ അലോഷ്യ സുനിൽ, ഏഞ്ചൽ മേരി സുനിൽ, പരേതനായ ആൻഡോ സുനിൽ എന്നിവരാണ്. സംസ്കാരം പിന്നീട് നടക്കും. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. രക്ഷിക്കാനെത്തിയ പോലീസുകാർക്കും പൊള്ളലേറ്റു. ആശാരിക്കണ്ട സ്വദേശി ഷീബ ദിലീപാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. സംഭവത്തെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ ഷീബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷീബ തീ കൊളുത്തിയത് കണ്ട് രക്ഷിക്കാനെത്തിയ SIക്കും വനിതാ പോലീസിനും പൊള്ളലേറ്റു. സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഗ്രേഡ് SI ബിനോയ്, വനിതാ സിവിൽ ഓഫീസർ അമ്പിളി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. EVMൽ ക്രമക്കേട്. പത്തനംതിട്ടയിലും മോക്ക് പോളിൽ അധിക വോട്ട് BJPക്ക്. പത്തനംതിട്ടയിലും EVMൽ ക്രമക്കേടെന്ന പരാതിയുമായി UDF. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മോക്ക് പോളിൽ അധിക വോട്ട് BJPക്ക് വന്നതായാണ് UDFന്റെ പരാതി. പൂഞ്ഞാറിൽ 36 നമ്പർ ബൂത്തിലെ മോക്ക് പോളിൽ അധിക വോട്ട് വന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ആരോപിച്ചു. താമര ചിഹ്നത്തിനാണ് അധിക വോട്ട് ലഭിച്ചത്. 8 സ്ഥാനാർത്ഥികൾ നോട്ട് ഉൾപ്പെടെ 9 വോട്ടാണുള്ളത്. VVPAT സ്ലിപ്പ് എണ്ണിയപ്പോൾ 10 വോട്ടായി. എല്ലാ EVMും പരിശോധിക്കണം. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയതായും പഴകുളം മധു പറഞ്ഞു. എല്ലാ EVMലും ക്രമക്കേട് ഉണ്ടാകുമെന്ന് സംശയമുള്ളതായും UDF പരാതിപ്പെട്ടു. വോട്ട് രേഖപ്പെടുത്താൻ റഷ്യയിൽ നിന്നും പറന്നെത്തി വിജയ്. പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിനിടയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തി നടൻ വിജയ്. റഷ്യയിൽ നിന്നുമാണ് വിജയ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ വിജയ് വോട്ടിടാൻ എത്തുമോ ഇല്ലയോ എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. രാവിലെ മുതൽ വിജയുടെ വസതിക്ക് മുന്നിൽ നിരവധി പേർ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു.
ഇന്ന് ഉച്ചയ്ക്കായിരുന്നു വിജയ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വിജയുടെ വീട് മുതൽ പോളിംഗ് ബൂത്ത് വരെ ആരാധക അകമ്പടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പൂക്കളെറിഞ്ഞും ആർപ്പ് പിടിച്ചുമായിരുന്നു അവർ വിജയിയെ പോളിംഗിനായി എത്തിച്ചത്. മറ്റൊരു നടനും ലഭിക്കാത്ത വലിയൊരു വരവേൽപ്പ് ലഭിച്ച താരത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ബൂത്തിലെത്തിയ താരത്തെ ജനക്കൂട്ടം കാരണം കഷ്ടപ്പെട്ടാണ് പോലീസുകാർ അകത്ത് കയറ്റിയത്. കൊടിതോരണം അഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ BJPക്കാർ തടഞ്ഞു. കാർത്തികപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ BJP പ്രവർത്തകർ തടഞ്ഞുവെച്ചു. തൊട്ടുകടവ് പാലത്തിൽ സ്ഥാപിച്ച BJPയുടെ കൊടിതോരണങ്ങൾ എത്തിയപ്പോഴായിരുന്നു ഇത്. സമീപത്തെ പോസ്റ്റുകളിൽ ഉള്ള CPMന്റെ കൊടിതോരണങ്ങളും മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ഒടുവിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് മാറ്റിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പിന്നീട് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. സുഹൃത്തിന്റെ മുൻഭാര്യയുടെ അമ്മയെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമം. പ്രതിപിടിയിൽ. വീട്ടമ്മയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതിയെ 1 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടി. സുഹൃത്തിന്റെ ആദ്യ ഭാര്യയുടെ അമ്മയെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പൊന്നം സ്വദേശി നാരോൺ വീട്ടിൽ KP ഷംജിത്തിനെയാണ് വടകര പോലീസ് പന്തക്കലിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. കേസിലെ 1ാം പ്രതിയും വീട്ടമ്മയുടെ മകളുടെ ആദ്യ ഭർത്താവുമായിരുന്ന MK റംഷാദിനെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കറുകയിൽ സ്വദേശിയായ വീട്ടമ്മയെ ഇരുവരും ചേർന്ന് ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ചത്. പരാതിക്കാരുടെ മകൾ 1ാം പ്രതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. എന്നാൽ യുവതി പിന്നീട് റംഷാദിനെ ഒഴിവാക്കുകയും മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിരോധമാണ് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിനായി ഷംജിത്തും റംഷാദിനെ സഹായിക്കുകയായിരുന്നു. കോഴിക്കോട്ടെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ പരാതിയുമായി UDF. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ പരാതിയുമായി UDF. എളമരം കരീമിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോയ്ക്ക് എതിരെയാണ് പരാതി. കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് BJPക്ക് പോകുമെന്ന സൂചന നൽകുന്നതാണ് വീഡിയോ എന്നാണ് UDFന്റെ പരാതി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ കാലുമാറുന്നവർക്ക് വോട്ട് ചെയ്യണോ എന്ന ചോദ്യത്തോടെയാണ് വീഡിയോ തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അവഹേളിക്കുന്ന നടപടിയാണിതെന്ന് കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്.